5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ മാജിൻ മോൻക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യണേ. യൂണിറ്റ് 3 സെലസ്റ്റിയൽ ഷാഡോ സൈറ്റ്സ്. ഈ പാഠഭാഗത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം. ദ ലൈറ്റ് ഈസ് എസെൻഷ്യൽ ടു സീ ഒബ്ജക്ട്സ്. വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ്. ദ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ദ ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ്. ചില വസ്തുക്കൾ പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നു. അവയെ സുതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ ഒപാക് ഒബ്ജക്ട്സ്. ചില വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടാത്തവയാണ്. അവയെ നമുക്ക് അതാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം പാർഷ്യലി ആർ ട്രാൻസ്ലൂസെന്റ് ഒബ്ജക്ട്സ്. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളെ നമുക്ക് അർദ്ധധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. എയർ ഈസ് ട്രാൻസ്പെറന്റ് ഗ്യാസ്. വായു സുതാര്യ വാതകമാണ്. വെൻ ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് obstructed the shadows are formed. പ്രകാശപാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത്. The side opposite to portion of light falls appears dark because the earth is opaque. ഭൂമി ഒരു ഉദാര്യമായത് കൊണ്ടാണ് പ്രകാശം പതിക്കുന്നതിന് മറുഭാഗം ഇരുണ്ടിരിക്കുന്നത്. The shadowy path of celestial spheres that revolve around the sun will always be in the direction opposite to the sun. സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളുടെ നിഴൽപാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർദിശയിൽ ആയിരിക്കും. Rarely does the shadow of one celestial object falls on another. It is eclipse. ഒരു ആകാശഗോളത്തിന്റെ നിഴൽ ചിലപ്പോൾ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാറുണ്ട്. ഇതിനെ നമുക്ക് ഗ്രഹണം എന്ന് വിളിക്കാം. ഇനി എന്താണ് സോളാർ എക്ലിപ്സ്? വെൻ ദ മൂൺ കംസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ദ എർത്ത് കംസ് ഇൻ ദ ഷാഡോ ഓഫ് ദി മൂൺ. Then the shadow of the moon falls on the earth. The sun cannot be seen from the area where the shadow falls. This is solar eclipse. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ കഴിയില്ല. ഇതാണ് സൂര്യഗ്രഹണം. Lunar eclipse. When earth comes between the sun and the moon in a straight line, then the moon comes in the shadow of the earth and will be invisible. This is ലൂണാർ എക്ലിപ്സ്. സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. ഒബ്സർവ് ദ സോളാർ എക്ലിപ്സ് ഓൺലി വിത്ത് എഫക്റ്റീവ് സേഫ്റ്റി പ്രിക്കോഷൻസ്. It should be viewed only by using solar filters or using the reflection or the transmission method. Viewing a solar eclipse without safety precautions can damage the eye. Do not look at the sun using telescope or binoculars. Make sure to view the solar eclipse under the supervision of elders. സൂര്യഗ്രഹണത്തെ ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങളിലൂടെ മാത്രമേ നിരീക്ഷിക്കാവൂ. സൂര്യ ഫിൽട്ടറുകൾ ഉപയോഗിച്ചോ പ്രതിപതന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചോ സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ അല്ലാതെയുള്ള സൂര്യഗ്രഹണ നിരീക്ഷണം കണ്ണിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നീ ഉപകരണങ്ങളിലൂടെ സൂര്യനെ നോക്കരുത്. മുതിർന്നവരുടെ സഹായത്തോടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ടെലസ്കോപ്പിലൂടെ ഫിൽറ്റർ ഉപയോഗിച്ച്, നേരിട്ട് സൗരകണ്ണട ഉപയോഗിച്ച്. പിന്നെ റിഫ്ലക്ഷൻ മെത്തേഡാണ് എക്ലിപ്സ് വാച്ചിങ് മെത്തേഡ്സ്. Observe the pictures. When can see the candlelights through the pipe. Why? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആർക്കാണ് ഈ പൈപ്പിനുള്ളിലൂടെ മെഴുകുതിരി നാളം കാണാൻ കഴിയുക? എന്തുകൊണ്ട്?
രണ്ടുപേരുടെയും പൈപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? മീരയുടേത് വളവില്ലാത്ത പൈപ്പും ആദിലിൻ്റെത് ഒരു വളഞ്ഞ പൈപ്പുമാണ്. അപ്പോൾ ആർക്കാണ് കാൻഡിൽ ലൈറ്റ് ശരിക്ക് കാണാൻ കഴിയുന്നത്? മീരയ്ക്കാണ്. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. Light travels in a straight line, so Meera can see the flame through a straight pipe. Adil cannot see the flame through a bent pipe. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അതിനാൽ മീരയ്ക്ക് നേരെയുള്ള പൈപ്പിലൂടെ മെഴുകുതിരി നാളം കാണാൻ സാധിക്കും. വളഞ്ഞ പൈപ്പിലൂടെ ആദിലിന് മെഴുകുതിരി നാളം കാണാനാവില്ല. Activity 2. Which objects given below likely to be A, B and C in the picture? വുഡ്, ഗ്ലാസ്, ഓയിൽ പേപ്പർ. ചിത്രങ്ങളിലെ എ, ബി, സി എന്നിവ ആവാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഏവ? എ ഗ്ലാസ്, ബി ഓയിൽ പേപ്പർ, സി വുഡ്. പ്രകാശം കടത്തിവിടുന്ന രീതിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആക്ടിവിറ്റി 3. What are the eclipses that occur in the following situations? ഫസ്റ്റ് lunar eclipse ആണ്, രണ്ടാമത്തേത് solar eclipse ആണ്. ആക്ടിവിറ്റി 4. Write down 2 ways to safely observe a solar eclipse. സൂര്യഗ്രഹണം സുരക്ഷിതമായി നിരീക്ഷിക്കാനുള്ള 2 മാർഗങ്ങൾ എഴുതുക. സോളാർ ഫിൽറ്റേഴ്സ്, റിഫ്ലക്ഷൻ മെത്തേഡ്, ട്രാൻസ്മിഷൻ മെത്തേഡ്. അടുത്ത ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ ഹായ് പറഞ്ഞിട്ടുള്ളത് റിഷാന, ഷിബ്ന റിൻഷി, സുബിത, സ്വാദികലി, ആദിത്യ, റന, അനുഗ്രഹ്, ദയാനന്ദ്, ജ്യോതിലക്ഷ്മി, ബി ഗോപാൽ, ഫാത്തിമ മിൻഹ, ഡെവിൻ, തന്മയ, ഫഹദ് ഷാ, സ്വാദികലി, നിവേദ്യ, മുഹമ്മദ് ഷമീം, സിനിയാസ് മുഹമ്മദ്, ആയിഷ, കീർത്തന, അഭിനന്ദന, റിഷാന, ഫൗസിയ ബാനു, അച്ചു, റിഹാന, ശ്രേയ, ആദിത്യ, അന്വയ, അജേഷ്, ഇത്രയും കൂട്ടുകാർ. അപ്പോൾ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട്, എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഫാത്തിമ മിൻഹ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്